പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് തിരുക്കുമാരന് ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ഫെബിൻ ജോസ്. ഞാൻ തൊടുപുഴയിലുള്ള മുതലക്കുടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 11/12/2023 എൻ്റെ ഒരു പ്രത്യേക നിയോഗം എന്ന് പറയുമ്പോൾ എനിക്ക് PTE എക്സാം പാസ്സാവണമെന്നായിരുന്നു. ഞാൻ ഡിഗ്രി പാസ് ഔട്ടാണ്. ഞാൻ വിദേശ പഠനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 11/12/2023 ആണ്. എൻ്റെ പ്രത്യേക നിയോഗം എന്ന് പറയുമ്പോൾ PTE എക്സാം പാസ്സാവണമെന്നായിരുന്നു. അപ്പം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു തവണ ട്രൈ ചെയ്യുകയും അതിൽ ഫെയിലാവുകയും ചെയ്തായിരുന്നു. പിന്നെ 11-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അന്നത്തെ ഒരു പ്രത്യേക നിയോഗം എന്ന് പറയുമ്പം എനിക്ക് ഈ PTE എക്സാം പാസ്സാവണമെന്നായിരുന്നു. അന്ന് മുതൽ ഞാൻ കൃപാസനത്തിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീണ്ടും 20 ദിവസത്തിനുള്ളിൽ വീണ്ടും ഡേറ്റ് എടുക്കുകയും അന്ന് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇവിടുന്ന് ഉള്ള കൃപാസനത്തിൽ ഉപ്പും തൈലവും പരീക്ഷാ ഹാളിൽ ഉപയോഗിച്ചു. അന്ന് പരീക്ഷാ ഹാളിൽ കൃപാസനത്തിൽ ഉപ്പ് വിതറുകയും പിന്നെ ഉടമ്പടി തൈലം എൻ്റെ PTE എക്സാമിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് കുരിശ് വരയ്ക്കുകയും ചെയ്തു. വിശ്വാസ പ്രമാണവും ചെയ്യുകയും ചെയ്തു. പരീക്ഷ ഏകദേശം എനിക്ക് പാടായിരുന്നു. എന്നാലും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് കൃപാസന മാതാവ് വഴി ഈശോ തന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുമ്പം എൻ്റെ കോളേജിൽ UGC സർട്ടിഫിക്കറ്റ് അംഗീകാരമില്ലായിരുന്നു. ഇത് കാരണം എനിക്ക് ഓസ്ട്രേലിയയിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എനിക്ക് റിജക്ഷൻ വരികയും ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഇല്ലെന്ന് അവർ പറയുകയും ചെയ്തു. ഇതെന്നെ പൂർണ്ണമായിട്ട് നിരാശനാക്കി. എനിക്ക് ഒന്നുകിൽ ഈ കോഴ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ 2024 26-ാം തീയതി 6-ാം മാസം ഈ നിയോഗം വെച്ച് പ്രത്യേകമായി ഉടമ്പടി എടുക്കുകയും അന്ന് ഞാൻ കൃപാസന മാതാവിനോട് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് നേരുകയും ചെയ്തു. അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും എനിക്കാണെങ്കിൽ വീണ്ടും പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള കൃപ മാതാവ് വഴി ഈശോ തന്നു. അന്ന് എന്നോട് ഏജൻസിക്കാർ UGC സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറേ റിജക്ഷൻസ് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ചു. എനിക്കത് കിട്ടുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ടോക്കുകളിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അച്ഛൻ കൃപാസന മാതാവ് എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ടോക്ക് അച്ഛൻ പറഞ്ഞു. ഞാനത് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ പ്രൊസീജിയർ പേപ്പേഴ്സിൽ എല്ലാം ഞാൻ ഉടമ്പടി തൈലം പുരട്ടുകയും അത് സബ്മിറ്റ് ചെയ്യാൻ സമയത്ത് അത് ഏജൻസി പോയി അവിടെ കൃപാസന മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇടുകയും ചെയ്തു. അന്ന് എന്നോട് ഏജൻസിയിലെ മാഡം പറഞ്ഞു, ഇത് പൂർണ്ണമായിട്ട് റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്, കാരണം UGC അപ്രൂവൽ ഇല്ല. അപ്പോൾ ഞാൻ ആ മാഡത്തിനോട് പറഞ്ഞു, എനിക്കൊരു പേടിയില്ല, കാരണം ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒക്ടോബർ 2-ാം തീയതി എൻ്റെ ചേച്ചി മുഖേന ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ഒക്ടോബർ 2-ാം തീയതി തന്നെ കൃപാസന മാതാവ് വഴി ഈശോ എനിക്ക് വിസ അപ്രൂവലായി തന്നു. ഈ ജാനുവരി 28-ാം തീയതി ഞാൻ ഉപരിപഠനത്തിനായി ന്യൂസിലാൻഡിൽ പോവുകയാണ്. ഇന്ന് ഞാൻ മെയിനായിട്ട് വന്ന കാര്യം പറഞ്ഞാൽ എൻ്റെ കോളേജ് ഫസ്റ്റ് ബാച്ചും ലാസ്റ്റ് ബാച്ചും എൻ്റേതായിരുന്നു. അപ്പോൾ UGC അപ്രൂവലും ഇല്ലായിരുന്നു, സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല. പക്ഷേ ഞാൻ 4-5 കോളേജിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അവർ റിജക്റ്റ് ആക്കി വിട്ടു ഈ UGCയുടെ കാര്യം പറഞ്ഞ്. പക്ഷേ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ UGCക്ക് നോക്കാണ്ട് അപ്ലൈ ചെയ്ത കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ ലഭിക്കുകയും പാവപ്പെട്ടവർക്ക് എന്നെ സഹായിക്കുന്ന വിധം ഞാൻ പൈസ കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുമ്പം ഇവിടുത്തെ പത്രം ഞാൻ എവിടെ കിടന്ന് എനിക്ക് ലഭിച്ചാലും ഞാൻ അത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും കൊടുക്കുമായിരുന്നു. കാരണം എൻ്റെ ഇടവക ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു, മുതലക്കുടം ഇടവക. അപ്പോൾ അവിടെ എല്ലാ ആഴ്ചയിലും കൃപാസനം പത്രങ്ങൾ ടേബിളിൽ 3-4 സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് ഓരോ സ്ഥലത്ത് ഓട്ടോ സ്റ്റാൻഡുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ എല്ലാം അമ്മയുടെ അനുഗ്രഹങ്ങൾ പ്രത്യേകം പറഞ്ഞ് കൊടുക്കുമായിരുന്നു. പ്രത്യേകമായി
പിന്നെ അതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാനാണെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി എറണാകുളത്ത് പോവുകയും എറണാകുളത്ത് തിരിച്ചു വരാൻ സമയത്ത് ഞാൻ എല്ലായ്പ്പോഴും കയറുന്ന ഒരു കപ്പേള ഉണ്ടായിരുന്നു. ആ കപ്പേളയിൽ ഞാൻ അന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിക്കാത്തതുകൊണ്ട് ഞാൻ ആ വിഷമതയിലായിരുന്നു. ഞാൻ ആ കപ്പേളയിൽ കയറാണ്ട് പാസ് ചെയ്തു പോയി. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു പ്രേരണ തിരിച്ചു പോകാൻ. അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയും തിരിച്ച് അവിടെ ചെന്നപ്പോൾ കപ്പേളയിൽ കൃപാസനത്തിൻ്റെ പത്രങ്ങൾ എല്ലാം ചിതറി അവിടെ കിടക്കുമായിരുന്നു. ഞാൻ അത് ഉടൻ തന്നെ ആ മുഴുവൻ പത്രങ്ങളും എടുത്ത് ഞാനാണെങ്കിൽ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡുകളിലും പിന്നെ ബസ് സ്റ്റാൻഡിലെ ഉള്ള എല്ലാവർക്കും ഞാൻ കൃപാസന മാതാവിൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്തു. എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ, ഞാൻ വിശുദ്ധ കുർബാനയിൽ ആകെ വെള്ളിയാഴ്ച ഞായറാഴ്ചയാണ് പങ്കെടുക്കാറ്. പിന്നെ വിശുദ്ധ കുമ്പസാരത്ത് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഈസ്റ്ററിന്, ഡിസംബറിന് അങ്ങനെ പ്രത്യേക അവസരങ്ങൾ മാത്രമാണ്. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. ഇപ്പോൾ വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് വിശുദ്ധ കുർബാന കൂടും. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായി ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. ഇതും പിന്നെ ബൈബിൾ വായന, ബൈബിൾ എനിക്ക് പൂർണ്ണമായിട്ടും വായിച്ച് തീർക്കുവാൻ സാധിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ 3 മാറ്റങ്ങളാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 33:17 കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, കൃപ നേടിയിരിക്കുന്നു. ഇന്ന് ഫെബിൻ ജോസ് തനിക്ക് വിദേശ പഠനത്തിന് മാസ്റ്റേഴ്സ് ഡിഗ്രിക്കുള്ള തനിക്ക് പോകാനുള്ള അവസരം ലഭിച്ചതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സാക്ഷ്യത്തിൽ ഈ മകൻ പറയുന്നത്, ഞാനായിരുന്നു, ഞങ്ങളുടെ ബാച്ചായിരുന്നു ഞങ്ങളുടെ കോളേജിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ബാച്ച്. അതായത് ആ കോളേജ് ഇപ്പോഴില്ല, പഠിച്ചതിൻ്റെ വാലിഡിറ്റി ഇല്ല സർട്ടിഫിക്കറ്റിന് UGCയുടെ. അപ്പോഴിങ്ങനെയുള്ള ഒരവസരത്തിൽ താൻ കൊടുത്ത ആപ്ലിക്കേഷനൊക്കെ തനിക്ക് റിജക്ഷനായിട്ടാണ് വന്നത്. മെഡിക്കൽ ഫീൽഡിൽ പഠിച്ച ഒരു മകനാണ്. അപ്പോൾ പിന്നീട് തനിക്ക് തന്നെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റിയോ ഇതൊന്നും തൻ്റെ കരങ്ങളിലില്ല, തനിക്കിത് യാതൊരു രീതിയിലും ലഭിക്കില്ല, കോളേജ് പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പോഴാണ് ഇവിടെ തിരുവചനം പറയുന്നത് പോലെ, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരുമെന്ന് കർത്താവ് മോശയോട് പറയുന്നത്. മോശയെ എത്രമാത്രം ദൈവം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഭവനത്തിൽ സേവകനായിട്ട് മോശ എങ്ങനെ വ്യാപരിച്ചു, ഇതൊക്കെ തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. തൻ്റെ ജീവിതത്തിൽ തനിക്ക് വന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെ പിന്നീട് കൃപാസന പത്രം, അതായത് അത് തൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വളരെ തീഷ്ണതയോടെ താൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഫെബിൻ ഇവിടെ പറഞ്ഞത്. എവിടെയൊക്കെ കൃപാസന പത്രം ഒറ്റപ്പെട്ട് കിടക്കുന്നോ അതൊക്കെ ഞാൻ എടുക്കുമായിരുന്നു. ബണ്ടിൽ കണക്കിന് കൃപാസന പത്രം എനിക്ക് കിട്ടുമായിരുന്നു. ഞങ്ങളുടെ ഇടവക ദേവാലയം തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, നാം ഈ കൊണ്ടുപോകുന്ന കൃപാസന പത്രം നാം എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നുണ്ടോ? ഉപേക്ഷിച്ചാൽ നാം അമ്മയെ, അതായത് ഇതിനു മുമ്പൊക്കെ സാക്ഷ്യത്തിൽ പറയാറുണ്ട്, അമ്മയുടെ പത്രം ചുമക്കുകയാണ്, അമ്മയെയാണ് ഞാൻ ചുമക്കുക, അമ്മ എന്നെയും ഓർക്കണമേ എന്നൊക്കെ പറയുന്ന സാക്ഷ്യങ്ങൾ കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം ഈ പത്രം എവിടെയെങ്കിലും വേസ്റ്റായിട്ടിടുമ്പോൾ അത് അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഈ പത്രം അങ്ങനെ ഇടാനുള്ളതല്ല. ദൈവവചനമടങ്ങിയ വളരെ വിലപ്പെട്ട ഒരു അമൂല്യ ഔഷധമാണ്. അപ്പോൾ ഇത് കൃപാസന പത്രത്തിലൂടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കൃപാസനത്തിൽ കൃപകൾ കൊണ്ട് ഓരോ മക്കൾ നിറയുന്നതും, അതുപോലെ തന്നെ ഏറ്റവും ട്രോള് നമുക്ക് ലഭിച്ചിരിക്കുന്നതും കൃപാസന പത്രത്തിലും തന്നെയാണ്. അപ്പോൾ എവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മെ താഴ്ത്തി പറയാൻ ആഗ്രഹിക്കുന്നുവോ അത് ദൈവം ഏറ്റവും ഉയർത്തുമെന്നുള്ളത് ഇന്ന് കൃപാസന പത്രത്തിലൂടെ തന്നെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകും. അങ്ങനെ തൻ്റെ ഒരു നിയോഗമായിട്ട് ഈ മകൻ എടുത്തു. എവിടെയൊക്കെ കൃപാസന പത്രം കിട്ടിയാലും അതെല്ലാം താൻ കളക്ട് ചെയ്ത് വീണ്ടും അത്
എത്തിക്കേണ്ടവരുടെ കൈകളിൽ, എത്തേണ്ടവരുടെ കൈകളിൽ എത്തിച്ചിട്ടേ താൻ പോവുക ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു കൃപയാണ് ഇന്ന് തനിക്ക് വാലിഡായിട്ടുള്ള ഒരു UGC റെക്കഗ്നിഷൻ ഇല്ലാത്ത അവസരത്തിലും തനിക്കിന്ന് ന്യൂസിലാൻഡിലെ ഒരു നല്ല കോളേജിൽ നിന്ന് പഠിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളിൽ ഒന്നാണത്. നമ്മുടെ യോഗ്യതയല്ല, യോഗ്യതയുള്ള എത്രയോ വിദ്യാർത്ഥികൾ തങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ പ്രൂഫുമായിട്ട് നിൽക്കുമ്പോൾ തനിക്കതില്ലാതിരുന്നിട്ടും തനിക്ക് എങ്ങനെയാണ് ഈ ഒരു വലിയ യാഥാർത്ഥ്യം തൻ്റെ ജീവിതത്തിൽ കൃപയാകുവാനായിട്ട് ദൈവം തനിക്ക് അവസരം തന്നത് എന്നുള്ളതാണ് ഇന്ന് ഫെബിൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. തൻ്റെ വിശുദ്ധ കുർബാന, അതുപോലെ കുമ്പസാരം, ഇതൊക്കെ എങ്ങനെയായിരുന്നു, എന്നാൽ ഇന്ന് എങ്ങനെയാണെന്ന് ഈ മകൻ പറഞ്ഞു. ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓൺലൈൻ കുർബാനയല്ല നാം കൂടേണ്ടത്. നമുക്ക് എപ്പോഴെങ്കിലും ചാൻസ് ലഭിച്ചില്ലെങ്കിൽ ഓൺലൈൻ കുർബാന കൂടി എന്ന് നാം അതിൽ സംതൃപ്തി കണ്ടെത്തരുത്. നാം കൂടേണ്ടത് വിശുദ്ധ കുർബാനയിൽ നാം ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചു കൊണ്ടുള്ള വിശുദ്ധ കുർബാന അർപ്പണമാണ്. അതിലാണ് നാം പങ്കെടുക്കേണ്ടത്. അങ്ങനെ തനിക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന തൻ്റെ കൃപകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.